അന്ന് ബർത്ത്ഡേയുടെ ഗിഫ്റ്റിൻ്റെ വ്ലോഗ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കിട്ടിയ കുറച്ച് പൈസയ്ക്ക് ഞാൻ ഇവിടെ 2-3 കുർത്ത കസ്റ്റമൈസ് ചെയ്യാൻ കൊടുത്തു. പക്ഷേ എരി അതിൻ്റെ കൂടെ വേറെ കുറച്ചും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെൻ്റെ ഗിഫ്റ്റാണ്. ഓക്കെ, താങ്ക് യു. അത് ഞാനന്ന് ബർത്ത്ഡേ കിട്ടിയ ഗ്രീനും മെരിയയുടെ ഗിഫ്റ്റായിരുന്നു കേട്ടോ. അത് ഒരുപാട് പേര് പറഞ്ഞു നല്ലതാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ദൈവം 2-3 എണ്ണം കൂടെ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങളൊരു ഷൂട്ട് പ്ലാൻ ചെയ്യുന്നതിൻ്റെ എന്തോ ഒരു സംഭവം കൂടെ റെഡിയാകുന്നുണ്ട് അല്ലേ? ഇതൊന്നും എന്നോട് ചോദിക്കാറ് പോലും ഇല്ല കേട്ടോ. ശരിക്കും മെരിയ എനിക്ക് സാധാരണ കൊളാബ്സ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ഡ്രസ്സ് എൻ്റെ ഫോട്ടോസ് അയച്ചു തരും, കളറ് പാറ്റേൺ. പക്ഷെ ഞാൻ കണ്ണടച്ച് എന്തെങ്കിലും അയച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എന്നോട് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. ഫസ്റ്റ് ചെയ്ത ഒരു ഡ്രസ്സ് മാത്രം ഒരു ബ്ലാക്ക് ചുരിദാർ. അതല്ലാതെ ഒന്നും മെരിയ ഇന്നേ വരെ എന്നോട് ചോദിച്ചിട്ടുമില്ല. ഞാൻ അന്വേഷിച്ചു. ബിക്കോസ് എനിക്ക് 100% കോൺഫിഡൻസ് ആണ് മെരിയയുടെ കേസിൽ. അയച്ചു തരത്തേ ഉള്ളൂ, ചെയ്തിട്ട് ഒന്ന് ചിലപ്പോൾ ഇങ്ങനെ പറയും ഞാൻ അയച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ആ വയലറ്റ് ഒക്കെ അങ്ങനെ അയച്ചു തന്നാലേ. വയലറ്റ് അടിപൊളിയാണ്. താങ്ക് യു. ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, എന്നോടും പേഴ്സണലി കുറെ പേര് പറഞ്ഞു നല്ല പാറ്റേൺ ആയിരുന്നു. ഒരുപാട് പേര് ആ പ്ലീറ്റ്സ് ഒക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം ഒന്ന് ഷോപ്പ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഐറ്റംസ് കൂടെ കാണിച്ചു. ഓക്കെ. ഇതെനിക്ക് ഫോട്ടോ ജസ്റ്റ് ഇന്നലെ ഞാൻ എൻ്റെ കൗതുകം എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ ഒരു ഫോട്ടോ ഞാൻ ചോദിച്ചപ്പോൾ ഇതിൻ്റെ തന്നു. ഇത് നല്ല കളറാണ്, നല്ല പ്ലീറ്റ്സ് ആണ്. എനിക്ക് ഇവരുടെ ഡിസൈൻസിൽ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറയുക പ്ലീറ്റ്സ് ആണ്. സാധാരണ പ്ലീറ്റ്സ് നമ്മൾ ഈവൻ വലിയ ഷോപ്സിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പോലും അത് 2 അലക്ക് കഴിയുമ്പോൾ അത് പോകും. പക്ഷേ മെരിയയുടെ പ്ലീറ്റ്സ് അത് പോകാറേ ഇല്ല. അതെന്താണ് അതിൻ്റെ ഗുട്ടൻസ് എന്ന് എനിക്ക് ട്രേഡ് സീക്രട്ട്. അത് എന്നോട് വേറെ 2-3 കുട്ടിക്കാർ എന്നോട് ചോദിക്കുകയും ചെയ്തു, ഗൗരി അവരോടൊന്ന് ചോദിക്കാവോ അതെങ്ങനെയാണ് അങ്ങനെ. കാരണം ആ വയലറ്റ് ഒക്കെ അതൊന്നുമില്ല, അത്രയും സമയം എടുത്ത്, അത്രയും ടൈം കൺസ്യൂമിംഗ് ആണ് അത് ചെയ്യുന്ന പ്രോസസ്സ്. ഭയങ്കര സമയം എടുത്താൽ ചെയ്യുന്നത്. ഈവൻ ആഫ്റ്റർ വാഷ് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കുറച്ച് പ്ലീറ്റഡ് ആണ്. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടേക്കുന്നതാണോ? ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടിരിക്കുന്നത്. ഇത് ഫീഡിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതുണ്ടെന്ന് പോലും അറിയുന്നില്ലല്ലോ. ഇത് ഫീഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. കോട്ടൺ ഇപ്പോഴത്തെ ക്ലൈമറ്റിന്. ഓക്കെ. ഇത് പക്ഷേ ഫീഡിങ് കുർത്തയാണ് കേട്ടോ. പക്ഷെ ഇതിനകത്ത് ഇതുണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇത് നോർമൽ. അത് നോർമൽ. ഇതും ഡിജിറ്റൽ പ്രിൻ്റാണ്, പോവില്ല. എല്ലാം സമ്മർ വെയർസാണ്. ഇപ്പോൾ കൂടുതലും ചോദിക്കുന്നത് ചൂട്. പക്ഷേ ഇപ്പോൾ സാധാരണ ഡിസംബർ ആകുമ്പോൾ വിൻ്റർ വെയർ. പക്ഷേ ഇപ്പോഴും ചൂടിനൊരു കുറവില്ലല്ലോ. ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് പുറത്തിറങ്ങിയത്. അപ്പോൾ എനിക്ക് ഇത്രയും ചൂട് പുറത്തുണ്ടോ എന്ന് ഞാൻ തന്നെ വിചാരിച്ചു. എൻ്റെ അടുത്തുണ്ടല്ലോ കോട്ടൺ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ അവിടെ കൂടുതലും ജോർജറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്ന് കുറച്ച് കോട്ടൻ്റെ. ഇത് നോർമൽ അല്ലേ? നോർമൽ. ആ നെക്ക് ഇപ്പം ഭയങ്കര ബി അല്ലേ? ആ ഒരു മേളിൽ നിന്ന് ക്ലോസ്ഡ് വന്നിട്ട് ഒരു ക്ലോസ് കോളത്തെ അതും ഫീഡിങ് പക്ഷെ ഇതൊന്നും അറിയുന്നില്ല ഫീഡിങ് ആണോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൽ ഇപ്പോഴത്തെ ട്രെൻഡാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നൈസ് ഡ്രസ്. പക്ഷെ ഇത് ഫീഡിങ് ആണ്. യൂസ് ചെയ്യാം, അല്ലാതെ കസ്റ്റമൈസ്ഡ് ആണോ? കസ്റ്റമൈസ്ഡ് ആണ്. ഇത് പക്ഷെ നല്ല അടിപൊളി ഡ്രസ്സാണ്. ഇവിടെ ഒരു പ്ലീറ്റ് ഒക്കെ വരുന്നുണ്ട്. ഡ്രസ്സായിട്ട് ശരിക്കും. പക്ഷേ അല്ല, ഇത് ഡ്രസ്സാണല്ലേ? ഡ്രസ്സാണ്. കൊള്ളാം. എനിക്ക് യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു റെഡ്. ഇത് ക്രിസ്മസിനൊക്കെ എനിക്ക് മെരിയയുടെ ഏറ്റവും ഇഷ്ടം. ഞാൻ ഇതൊക്കെ ഏകദേശം ഒരേപോലെ എനിക്ക് ഇവിടെ വർക്കാണ് ഏറ്റവും ഇഷ്ടം. ഭയങ്കര പെർഫെക്ഷനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അത് മാത്രമല്ല സിമ്പിളായിട്ട്
ഹെവി വർക്ക് ചെയ്യും. സിമ്പിൾ ആയിട്ട് heavy work ചെയ്യും. സിമ്പിൾ ആയിട്ട് ഹെവി വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യ സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് കാണും. ഇതെന്റെ അല്ലേ? അതെ അതെ. Yeah. ഇതാണ് ഒരു ഐറ്റം. ഒന്ന് ബ്ലൂ ആൻഡ് ദിസ് ഈസ് അനദർ വൺ. ഈ റെഡ് മേടിക്കാം. ഓ മൈ ഗോഡ്, ഈ റെഡ് അതെന്റെ അതല്ലേ ഞാൻ പറഞ്ഞ ക്രിസ്മസിന് ഒരുക്കിടാം. ഓക്കെ, ഇതെന്റെ അറിവോട് കൂടി ഉള്ളതല്ല. അപ്പോൾ ഈ റെഡ് എനിക്കാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് നമുക്ക് ഫോട്ടോഷൂട്ടായി. ഇത് ഒരു അടിപൊളി വീന കുർത്തിയാണ്, കയ്യിലൊക്കെ നല്ലോണം അതിനൊരു ചുപ്പട്ടയും കൂടെ വരുന്നുണ്ട്. ഇപ്പോഴാണ് ഇത് അടിപൊളിയായിട്ട്. എനിക്ക് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഇഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചതാണ്. ഓർഗാനിക്സ ഫ്ലോറൽ പ്രിന്റ്. ഇത് എന്ത് വർക്കാ? അതിൽ ത്രെഡ് വർക്ക് ഉണ്ട്. ത്രെഡും കട്ട് ബീഡ്സും കൊണ്ടുള്ള നല്ല ഹെവി വർക്കാണ്. ഫുൾ ബോഡി ഓ, നല്ല ഹെവി ആയിട്ട് സ്പ്രെഡ് ചെയ്ത്. ഫുൾ ബോഡി ഇതെല്ലാം ത്രെഡ് വർക്കും സ്റ്റോണും കൂടെ മിക്സ്ഡ് ആണ് കേട്ടോ. നൈസ്. ഇത് ദീപാവലിക്ക് ഇട്ടാണ് നന്നായി. അല്ലേ? പിന്നെ കുറച്ച് സിമ്പിൾ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു സ്ലീവ്ലെസ്. പിന്നെ പൊതുവേ ഞാനിപ്പോൾ സ്ലീവ്ലെസ് ചെയ്യാം. ഇത് പറഞ്ഞു. ആ, ദിസ് വൺ ബ്ലാക്ക്. ബ്ലാക്ക് നേവി ബ്ലൂ അല്ലേ? ബ്ലാക്ക് പോയി. ബ്ലാക്ക് പോയോ? ഇവിടെ കോമഡി എന്താ അറിയോ, ഞാനിത് പറയുന്നത് വിചാരിച്ചു എനിക്ക് ഓരോന്ന് ചെയ്തിടും. ആരെങ്കിലും പിറ്റേ ദിവസം ഷോപ്പിൽ വരും, അത് തന്നെ എടുത്തോണ്ടു. അതെങ്ങനെയാ അങ്ങനെ ചെയ്യും അറിയില്ല, സംഭവിച്ചു പോകുന്നതാ. ഇത്രയും ഡ്രസ്സ് ഇവിടെ ഉണ്ടെങ്കിലും എനിക്ക് ചെയ്തിട്ടിരിക്കുന്നത് തന്നെ അവർ ചോദിക്കും. അവർ ചോദിക്കും. പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? വരുന്ന കസ്റ്റമേഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറയും കേട്ടോ, അതെ ഞാൻ ആ സാധനം കൊടുത്തിട്ടുണ്ട്, പിന്നെ അത് ഉണ്ടാക്കി തരാം. ആ ബ്ലാക്ക് അവിടെ പോയി അത് കൊടുത്തിട്ടുണ്ടോ? പക്ഷെ അതിൻ്റെ തന്നെ അതിന് തന്നെ നേവി ബ്ലൂ ഡാർക്ക് നേവി. ഇതിൻ്റെ ഒരു ബ്ലാക്ക് എഫക്റ്റാ. ഇത് പക്ഷെ അതുകൊണ്ട് ഞാൻ വിട്ട്. ഇതിൻ്റെ ഒരു ബ്ലാക്ക് ആയിരുന്നു ഫസ്റ്റ്, ഇപ്പം അത് പോയി. പിന്നെ കോഫി ബ്രൗൺ ഒരെണ്ണം, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞാൻ കോഫി ബ്രൗൺ നല്ല അടിപൊളിയാണെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് അപ്പോൾ അത് പോയി. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ച് നിൽക്കാം. അതുകൊണ്ട് കോഫി ബ്രൗണിലേക്ക് വേറെ വിളിക്കാം. ചിക്കൻ കാരി പോലെ അല്ലേ? അതൊരു നെറ്റാണ്. അതൊരു എംബ്രോയിഡറി നെറ്റ്. ഇതൊക്കെ ഒരു ക്രിസ്മസ് തീം കൊണ്ട് വരുന്നത്. ഈ റോസ് കളറ് ഇത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന നല്ലൊരു ബേബി പിങ്ക്. ഈ റെഡിമെയ്ഡ് അല്ലാതെ മറ്റേ ഇതല്ലാതെ ഇപ്പം കുറച്ച് നമുക്ക് സാരീസ് ഉണ്ട്, സൽവാർ മെറ്റീരിയൽസ് ഉണ്ട്. കോട്ടൺ. ഇതൊക്കെ 500 രൂപ. ഇതൊക്കെ 500 രൂപയുടെ കുർത്തീസാണ് കേട്ടോ. ജസ്റ്റ് 565 എല്ലാം ഉണ്ട് നമ്മുടെ അടുത്ത്. 500 രൂപ മുതൽ എത്ര ലക്ഷം രൂപയുടെ സാധനം വേണമെങ്കിലും ഉണ്ട്. 500 to എന്താ പറയാ, ഇൻഫിനിറ്റി. ഇത് അടിപൊളി കുർത്തി കേട്ടോ. സിമ്പിൾ ആണ്, ഭയങ്കര കാഷ്വൽ വെയറിന് പറ്റിയതാ. 565 ഉള്ളൂ. പഫ് സ്ലീവും പഫ് ഫുൾ സ്ലീവ് വരുന്നത്. കോട്ടൺ സിമ്പിൾ കുർത്തീസ് ഒക്കെ ഉണ്ട്, റെഡിമെയ്ഡും ഉണ്ട്. അല്ലാതെ ഇതാണെങ്കിൽ ഫ്രോക്ക് ടൈപ്പ് യൂസ് ചെയ്യാം. ഫ്രോക്ക് ടൈപ്പ് ആണ്. ഇത് കണ്ടോ, ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് എല്ലാം ഉണ്ട്. ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് എല്ലാം ചേർത്ത് ഇതിന് 925. ജസ്റ്റ് 925 rupees. ഇതൊക്കെ അങ്ങനെ, ഇതൊക്കെ കോട്ടൺ ആണ്. ബ്രൗൺ. ബ്രൗൺ. ഇത് റേഞ്ചാണ് 519. അയ്യോ, ഇതിനൊക്കെ ജസ്റ്റ് 590 rupees. 90 അല്ല, 519. 519. ഓ, 19. ഇതൊക്കെ സ്ലിറ്റഡ് ആണ് അല്ലേ? സ്ലിറ്റഡ്. അത് ഇതൊക്കെ നേരത്തെ കാഷ്വൽ. കാണിച്ചത്. ഇതിനകത്ത് പല ടൈപ്പ് ഉണ്ട്. സ്ലിറ്റ് ഉള്ളതുണ്ട്. ഇതും കുർത്തയാണോ? അതൊരു വൈൻ. ഇതും ഈ പറഞ്ഞ പോലെ പാച്ച് വർക്കും ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗും ഉണ്ട്. എല്ലാം റേറ്റ് ഇതൊക്കെ 1000 ബിലോ ആണ് എല്ലാം. ഓൾ 1000 ബിലോ. ഞാൻ കർട്ടൻ്റെ ഇടയിൽ കയറി നിൽക്കുന്ന പോലെയാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ റേറ്റ് വരുന്നത് ഇതൊക്കെ. ഇത് ഫുൾ സെറ്റാണ്. ഇത് ഫുൾ സെറ്റ് റെഡിമെയ്ഡാ അല്ലേ? ഇത് ചെയ്ത് വെച്ചേക്കുന്നല്ലേ ഇവിടെ? ഇത് നമുക്ക് യൂണിറ്റ്, പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് ചെയ്ത് വരുന്നതാണ് ബൾക്കായിട്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സിംഗിൾ പീസ് കസ്റ്റമൈസേഷൻ. ഇത് നമുക്ക് യൂണിറ്റിൽ ചെയ്ത് ചെയ്ത് വരുവാ. കോയമ്പത്തൂരാണ് അല്ല. അല്ല, ഇത് കൊള്ളാം. ഇത് എത്ര റേറ്റ് വരുന്നത്? 2000 rupees. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത്രയും ആവത്തില്ലെന്നോ? അല്ലെ, ഇതിൽ കൂടുതലാവും.
നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് എലഗൻറ്റ്. ദുപ്പട്ടയാണെങ്കിൽ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ദുപ്പട്ടയാണെങ്കിൽ രസമുള്ള ദുപ്പട്ട. ഫുൾ ഒരു ക്രോഷറ്റ് ലേസും ഫുൾ ലേസ് ആണ് കേട്ടോ ഇത്. എനിക്ക് ഈ ലേസ് ഇഷ്ടമായി. ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതെല്ലാം സാരീസ് ആണ്. അതിൽ സാരീസ് ഉണ്ട്, ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട്, മെറ്റീരിയൽസ് കുറച്ചുണ്ട്. ഓ എല്ലാം എല്ലാം അപ്പം ഞാനിത് ഓരോന്നായിട്ടൊന്ന് ട്രൈ ചെയ്തു. അടിപൊളിയല്ലേ ഇത്? നേരിട്ട് കണ്ടത് ഇട്ടപ്പോഴത്തേക്കും ഭയങ്കര ഇതൊരു ഫംഗ്ഷനൊക്കെ എല്ലാവരും യൂസ് ചെയ്യുക. ഒരു ഭയങ്കര ഒരു പാർട്ടി വെയർ അല്ല, പാർട്ടി വെയർ അല്ല, ഒരു സിമ്പിൾ ഫംഗ്ഷനൊക്കെ, ചെറിയൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാം. അത്യാവശ്യം എലഗന്റ് ആയിട്ട് നല്ല പാന്റ്, നല്ല കംഫർട്ടബിൾ അല്ലേ? ഭയങ്കര കംഫർട്ടബിൾ, ചൂടില്ല, കോട്ടൺ അല്ലേ. ഈ ഒരു ഷോളാണ് ഏറ്റവും ഇഷ്ടമായത്. നമുക്ക് നെറ്റ് ലേസ് നല്ല കളറും നല്ല ഒരു വൈൻ, എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡ. വൈൻ അല്ലേ, ഒരുവിധം എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന ഷെയ്ഡ. ഇതൊരു നോർമൽ കുർത്തിയാണ് കേട്ടോ. കോട്ടൺ അല്ലേ? കോട്ടൺ, സ്ലബ് കോട്ടൺ. കോട്ടണിൽ സ്ലബ് കോട്ടണിൽ ഇവിടെ ജസ്റ്റ് ഈ വർക്ക് നല്ല. ഇത് എത്ര റേറ്റ്? 495. 495 എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഞാൻ ഇച്ചിരി കുറവാണെങ്കിലേ ഉള്ളൂ. പൊതുവേ മുദ്ര മൈറിയ എന്ന് പറയുമ്പോഴത്തേക്കും ഹെവി വർക്ക്സിന്റെ അല്ലേ, ഇങ്ങനത്തെ ആരും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ആർക്കും അറിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇതിലാണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും എല്ലാവരും കൂടുതലും ഉള്ളതല്ലേ. പക്ഷെ കാഷ്വൽ കുർത്തീസും ഉണ്ട് കേട്ടോ. സ്റ്റോറിൽ പർച്ചേസ് ചെയ്യാൻ വരുന്നവർ ഇതൊക്കെ നോക്കാം. കൂടുതലും നമുക്കിവിടെ ഇവിടെ സ്റ്റാഫ് ഉണ്ട്, മറ്റേ സോഫ്റ്റ്വെയർ ഓഫീസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഓഫീസ് ഗോയിങ് ആൻഡ് കോളേജ് ഗോയിങ് ഒക്കെ ഓക്കെ ആണെങ്കിൽ ബെസലിസ് കോളേജ് ഉണ്ട്. ഇത് ശരിക്കും ഓഫീസിലും കോളേജിലും ഒക്കെ പോകാനിടാൻ പറ്റിയ അതെ, കംഫി വെയർ ആണ്. ഇതൊരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. പാനൽ കട്ട് അല്ലേ, അതുകൊണ്ട് ടേസ്റ്റിൻ്റെ അവിടെ ഭയങ്കര ഒതുക്കുന്നു. ഇത് എത്ര റേറ്റ് വരണേ? ഇത് 1000 below 965. ജസ്റ്റ് 965 റുപ്പീസ്. ഇതും കൊള്ളാം. ഇതിലും ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ ആണെങ്കിലും ഇവിടെയൊക്കെ നല്ല വർക്ക് ഉണ്ട്. നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ വരുമ്പോൾ അറ്റത്ത് നല്ല ഫ്ലെയറും ഉണ്ട്, പക്ഷെ ഇവിടെ കൊണ്ട് ഇവിടെ നല്ല ഒതുങ്ങും. അത് അവർ കട്ടിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ബാക്കിയൊക്കെ ഞാൻ വേണ്ടാന്ന് പറയാം, പക്ഷെ ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് ഒത്തിരി ഇഷ്ടമായി എനിക്ക്. മാത്രമല്ല എൻ്റെ ലുക്കേ മാറിപ്പോയതുപോലെ ഇരിക്കുന്നുണ്ട്. ബ്ലാക്ക് എപ്പോഴും ഭയങ്കര ബ്ലാക്ക് ഇസ് ഓൾവേസ് ബ്യൂട്ടി. അതായത് നമ്മുടെ കാരണവന്മാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകും. ബ്ലാക്ക് നമ്മളൊരു കല്യാണത്തിന് ബ്ലാക്ക് ഇട്ടാ നമ്മളെന്തോ ഇവളിത് എന്തിനാ ബ്ലാക്ക് ഇട്ടോണ്ട് വന്നതെന്നൊക്കെ എന്നെയൊക്കെ കൊല്ലും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ലല്ലേ? ഞങ്ങളിപ്പോൾ രണ്ടും കൽപ്പിച്ചിടാന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളത് എനിക്ക് തോന്നുന്നു, എൻ്റെ കയ്യിലുള്ളത് കൂടുതലും ബ്ലാക്കാണ്. അമ്മ ഇത് ബ്ലാക്ക് ഞാൻ ചെയ്തത്. ഇത് ഞാൻ എന്തായാലും അടിച്ചു മാറ്റി. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഫുള്ള് ഇതെല്ലാം വർക്ക് നല്ല. ഇവിടെയൊക്കെ ഒരു റെഡും ഓറഞ്ചും അല്ലേ? അല്ല പിങ്കും. പിങ്കിൻ്റെ 2 ഷെയ്ഡും റെഡും. അടുത്തതായിട്ട് ഒരു പണിപ്പുരയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എനിക്കുള്ള കോസ്റ്റ്യൂംസ് റെഡി ആയിക്കൊണ്ടിരിക്കുക. കോസ്റ്റ്യൂംസ് അല്ല, ഒരു കിട്ടിയ സാരി.
വർക്കൊക്കെ എന്നാ പറയുന്നത്? ഇത് കട്ട് ബീഡ്സിന്റെ ഒരു ആരി വർക്കാണ്. സിമ്പിൾ ആയിരിക്കും, പക്ഷെ എടുത്ത് വരുന്ന ഇത് എന്നോട് പറഞ്ഞിട്ട് ചെയ്താലോ, ഞാൻ ഇവിടെ വന്ന് തന്നതാ. എന്നോട് പറഞ്ഞായിരുന്നു ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്, പക്ഷെ സാരി ആണോ? നമ്മൾ ഇതുവരെ സാരി ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല, ഇല്ല, ഫസ്റ്റ് ടൈം സാരി ചെയ്തിട്ടില്ല. സാരി ഫ്രം മുദ്ര ബൈ മാരിയ. നല്ല പ്ലാനിങ്ങിലാണ് ഇങ്ങനെ എടുക്കണം. ഞാൻ എൻ്റെ സാധന ജംഗമ വസ്തുക്കൾ എടുക്കട്ടെ. ഇതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഇതെൻ്റെ എന്താ ലിസ്റ്റിലില്ലാത്തത് ഞാനിവിടെ നച്ചുകൊണ്ട് പോകണം കേട്ടോ. കളർ സൂപ്പർ. ഇതിൻ്റെ ഷോളും ഉണ്ടല്ലോ. അതിന്റെ ഷോള് മറക്കാതെ എടുത്തോണേ. പിന്നെ ഒരു സാധനം കൂടെ ഞാനിവിടെ നോക്കിയിട്ടുണ്ട്, അത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു. ഇതിൻ്റെ പ്രൈസ് കണ്ടോ, 1219. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം നമ്മൾ വേറെ ഏത്, ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നല്ല മരിയെ ഞാൻ ബുക്ക് പറയുള്ളൂ. ഇതേ സംഭവം ഞാനൊരു മിനിമം 6000 കണ്ടിട്ടുള്ളൂ ഡ്യൂട്ടിൻ്റെ. ശരിക്കും ഞാനിവിടെ വട്ടായതാണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വട്ടായിട്ടൊക്കെ ഇത്രയും കുറച്ച് കൊടുക്കുകയാണോ, ഞാനിത് കുറേ നേരം ഇരുന്ന് ആലോചിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ഇതിലൊരെണ്ണം കൂടെ അമ്മയ്ക്ക് എടുത്തു. ഇത് രണ്ടും രണ്ടല്ലേ? രണ്ടും രണ്ടാ. അതിലേക്ക് തന്നെ 2 പാറ്റേൺ.